ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കൊരു കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ഇന്ന് ചെയ്യാം കേട്ടോ. നമ്മുടെ മുടിയുടെ ടെക്സ്ചറിന് തന്നെ നല്ല വ്യത്യാസം ഉണ്ടാക്കുന്ന ഒരു കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റാണ്. അതിൻ്റെ ബിഫോറും ആഫ്റ്ററും ഒക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഉരുളൻകിഴങ്ങാണ്. ഇപ്പോൾ ഇവിടെ ഇത്രയൊക്കെ വലിപ്പമുള്ള ഉരുളൻകിഴങ്ങാണെങ്കിൽ നമുക്ക് ഒരെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ, ഇല്ലെങ്കിൽ ചെറുതാണെങ്കിൽ ഒന്നോ രണ്ടോ ഉരുളൻകിഴങ്ങ് എടുക്കാവേ. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ചെത്തി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കണം. എന്നിട്ടൊന്ന് കഴുകിക്കൂടി എടുക്കണം. ഈ ഉരുളൻകിഴങ്ങ് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ നന്നായിട്ട് സഹായിക്കും. അതായത് നമ്മുടെ ഹെയർ ഫോളിക്കിൾസിൻ്റെ ഗ്രോത്തിനെ സഹായിച്ചിട്ട് നമ്മുടെ മുടി നന്നായിട്ട് വളരാനും നമ്മുടെ മുടി ഇഴകൾ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കാനും അങ്ങനെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും ഒക്കെ സഹായിക്കും നമ്മുടെ ഈ ഉരുളൻകിഴങ്ങ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് കഴുകിയിട്ട് ഇതുപോലെ ഒന്ന് ചീകി എടുക്കുക ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്കിത് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടൊന്ന് അടിച്ചെടുത്താലും മതി. അപ്പോൾ ഇങ്ങനെ എടുക്കാമെങ്കിൽ കുറച്ചുകൂടി നമുക്ക് നീരെടുക്കാനായിട്ട് എളുപ്പമാണ്. ഇനി എന്നിട്ട് നമുക്കിതിൻ്റെ നീരെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു തുണിക്കകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് പിഴിഞ്ഞെടുക്കുക ചെയ്യുന്നത്. അതാകുമ്പോൾ എനിക്കൊന്ന് കുറച്ചുകൂടി നീര് കിട്ടാനും പൊടിയൊന്നും ഇല്ലാതെ നമുക്കിത് കിട്ടാനും ഇതായിരിക്കും നല്ലത്. കഴുകിക്കളയാൻ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നമ്മളിതൊരു അരിപ്പയിലോട്ട് ഇട്ടിട്ട് സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ നമ്മളിതുപോലെ ഇതിൻ്റെ ജ്യൂസ് നമുക്കിങ്ങനെ എടുക്കാം. ഇതൊരു നല്ലൊരു കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതായത് നമ്മൾ നേരത്തെ ചെയ്തതിനെക്കാട്ടിലൊക്കെ കുറച്ചുകൂടി മുടി നല്ല സ്മൂത്തായിട്ട് ഇരിക്കുന്നതായിട്ടൊക്കെ എനിക്ക് തോന്നിയായിരുന്നു. ഇനി അടുത്തായിട്ട് നമുക്കൊരു പാക്കിലോട്ട് വേണ്ടത് നമ്മുടെ നാരങ്ങയാണ്. അപ്പോൾ ഒരു കീറ് നാരങ്ങയോളം മതി. അപ്പോൾ അതിൻ്റെ കുരുവൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നമുക്കിതൊന്ന് നമ്മളെടുത്ത് വെച്ചിരുന്ന ആ ഒരു പൊട്ടാറ്റോ ജ്യൂസിലേക്ക് നമുക്കിതൊന്ന് പിഴിഞ്ഞു കൊടുക്കാം. എന്നിട്ട് നമുക്കത് അതിനെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ട് എടുക്കാം. നമ്മുടെ മുടിയുടെ ഫ്രിസ്നെസ് ഒക്കെ മാറ്റി മുടി നല്ല ഷൈനി ആയിട്ടിരിക്കാനും സ്മൂത്തായിട്ടിരിക്കാനും ഒക്കെ നാരങ്ങ സഹായിക്കും. അടുത്തായിട്ട് നമ്മൾ എടുക്കുന്നത് കുറച്ച് പച്ചരിയാണ്. ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂണോളം പച്ചരി എടുത്താൽ മതി. ഇപ്പോൾ നമുക്ക് മുടിയൊക്കെ ഒത്തിരി ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മുടിയുടെ ലെങ്ത് കുറവാണെങ്കിലൊക്കെ അതിനനുസരിച്ച് നമ്മൾ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കണേ. എന്നിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കഴുകി എടുക്കുകയാണ്. ഇതിപ്പം അതിനകത്ത് ചെള്ളുമൊക്കെ കാണും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് കഴുകി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അരിയും ചോറും ഒക്കെ എത്രത്തോളം മുടി വളർച്ചയ്ക്ക് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ അടുത്തതായിട്ട് ഈ പാക്കിനായിട്ട് വേണ്ടത് നമ്മുടെ ഫ്ലാക്സ് സീഡാണ്. അത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളാണ് ഫ്ലാക്സ് സീഡ് എടുക്കുന്നത്. നമുക്കിതിൻ്റെ ജെല്ലാക്കി എടുക്കണം. ഫ്ലാക്സ് സീഡ് നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആകാനും സ്മൂത്ത് ആകാനും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഫ്ലാക്സ് സീഡിൻ്റെ മാസ്ക് എനിക്കത് എപ്പോഴും തോന്നിയിട്ടുണ്ട്, മുടി നല്ല സ്മൂത്തും സോഫ്റ്റും ഒക്കെ ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിനെ നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് മോയ്സ്ചർ ലോക്ക് ചെയ്യാനും അങ്ങനെ നമ്മുടെ മുടി നല്ല സ്മൂത്ത് ആകാനും മുടി വളർച്ച കൂട്ടാനും ഒക്കെ നമ്മുടെ ഫ്ലാക്സ് സീഡ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതുപോലെ അതിൻ്റെ ജെല്ലെടുത്തിട്ട് ഒന്ന് അരിച്ചുകൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ചോറ് മുടി നന്നായിട്ട് വളരാനായിട്ട് സഹായിക്കും. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റ് നമ്മുടെ മുടിയുടെ വളർച്ചയെ നന്നായിട്ട് കൂട്ടാൻ സഹായിക്കും. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന നമ്മുടെ ഉരുളൻകിഴങ്ങിൻ്റെ നീര് കൂടി ഇതിനകത്തോട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഒലീവ് ഓയിലൂടെ ചേർത്ത് കൊടുക്കുക. ഏകദേശം 1/2 ടേബിൾ സ്പൂണോളമാണ് ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. ഒലീവ് ഓയിലിന് പകരം നമുക്ക് ആൽമണ്ട് ഓയിലോ സാധാ വെളിച്ചെണ്ണയോ ഏതായാലും എടുക്കാം. പിന്നെ ഒലീവ് ഓയിലാകുമ്പോൾ കുറച്ചുകൂടി ഒരു ഷൈനിങ് മുടിക്ക് കൊടുക്കും. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ തലയിലോട്ട് തേച്ച് കൊടുക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ മുടിയിൽ ഉടക്കൊക്കെ എടുത്ത് കളഞ്ഞ് അത്യാവശ്യം എണ്ണയൊക്കെ തേച്ചിട്ട് നമുക്കിത് പാക്ക് നമ്മുടെ മുടിയിലേക്ക് തേച്ച് കൊടുക്കാം. ഈ ഒരു പാക്ക് നമ്മൾ ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു തവണ മാത്രം ഉപയോഗിച്ചാൽ മതി. ഇതൊരു കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. എന്നിട്ട് നമുക്കിനി മുടിയിലേക്ക് തേച്ച് കൊടുക്കാം. തേക്കുന്ന സമയത്ത് സ്കാൽപ്പിലും അതുപോലെ മുടി ഇഴകളിലും ഒക്കെ നന്നായിട്ട് തേക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് കെട്ടി വെച്ചിട്ട് ഒരു 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഒരു മൈൽഡ് ഷാമ്പുവും കണ്ടീഷണറും വെച്ചത് കഴുകണം. കണ്ടീഷണർ നമ്മൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഷാമ്പു ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളതെപ്പോഴും ഡൈല്യൂട്ട് ചെയ്തിട്ട് മാത്രമേ നമ്മുടെ മുടിയിലേക്ക് ഷാമ്പു തേച്ച് കൊടുക്കാവൂ. പിന്നെ എണ്ണയൊക്കെ ഉപയോഗിക്കുന്ന ദിവസങ്ങളിൽ നമ്മൾ ഷാമ്പു ഇട്ട് തന്നെ മുടി കഴുകാനായിട്ട് ശ്രമിക്കണം. ആഴ്ചയിൽ ഒരിക്കലും മാത്രം നമ്മൾ മൈൽഡ് ഷാമ്പു കെമിക്കൽ ഷാമ്പു ഉപയോഗിക്കാവൂ. ബാക്കിയുള്ള ദിവസങ്ങൾ നമുക്ക് ചെമ്പരത്തിത്താളിയോ അല്ലെങ്കിൽ നമ്മൾ നാച്ചുറലായിട്ടുള്ള ഷാമ്പു ഒക്കെ വേണം നമ്മൾ മുടിയിൽ ഉപയോഗിക്കാൻ. അല്ലെങ്കിൽ ഇത് മുടി കൊഴിച്ചിലുണ്ടാക്കാനും മുടി പൊട്ടിപ്പോകാനും ഒക്കെ കാരണമാകും.
അപ്പോൾ ഞാനൊരു 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മുടി എന്നിട്ട് കഴുകി കളഞ്ഞത്. അപ്പോൾ നീരിറക്കമൊക്കെ ഉണ്ടാകുമെങ്കിൽ നമ്മൾ അരമണിക്കൂർ ഉള്ളിലങ്ങ് കഴുകി കളഞ്ഞാൽ മതി. എനിക്ക് നല്ലൊരു വ്യത്യാസം മുടിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. മുടി നല്ല അതിന് മുന്നുണ്ടായിരുന്നതിനെക്കാട്ടി മുടിയുടെ ഫ്രിസ്നെസ് കുറഞ്ഞിട്ടുണ്ട്. മുടി നല്ല സ്മൂത്തും സോഫ്റ്റും ഒക്കെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് മുടി കൊഴിച്ചിലുണ്ട്, മുടി വളർച്ചയൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പാക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് കൂടി ഒന്ന് അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട.